വിവാഹ ജീവിതം, സമർപ്പിത ജീവിതം, ഏകസ്ഥ ജീവിതം. കത്തോലിക്ക സഭയിൽ വിശ്വാസികൾക്ക് ഇടയിൽ ഉള്ള 3 ജീവിതാന്തസ്സുകളാണിത്. സമർപ്പിത ജീവിതത്തിലേക്ക് ഒരു പതിറ്റാണ്ടിലധികമുള്ള ജീവിതാർപ്പണത്തിന് ശേഷമാണ്, പരിശീലനത്തിന് ശേഷമാണ് അവർ ആ മേഖലയിലേക്ക് ദൈവത്തിന്റെ മകനായി, മകളായി എത്തപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹ ജീവിതത്തിലേക്ക് ഒരു യുവാവും യുവതിയും എത്തുമ്പോൾ എത്ര നാളത്തെ പരിശീലനമാണ് അവർക്ക് ലഭിക്കുക? പലപ്പോഴും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കടമ കടന്നു കിട്ടാൻ വേണ്ടി മാത്രം ആളുകൾ എത്തുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ വിവാഹോരുക്ക സെമിനാറുകൾ 2-3 ദിവസത്തെ ആ ഒരു ചിന്തകൾക്കപ്പുറത്ത് എത്രമാത്രം ആഴത്തിലുള്ള ബോധ്യങ്ങൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് കൊടുക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക്, സഭയുടെ വിവിധ മേഖലയിലെ പ്രസ്ഥാനങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ദ ഫയർ റൂം ഇവിടെ ചോദിക്കുന്നത്. അതിനുമപ്പുറത്ത് എത്ര മനോഹരമായിട്ട് വിവാഹത്തിന് യുവതികളെയും യുവാക്കളെയും ഒരുക്കുവാൻ നമുക്ക് സാധിക്കും എന്ന ചോദ്യവും ഇന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. കൂടെയുള്ളത് അധ്യാപികയും സാമൂഹ്യ നിരീക്ഷകയുമായ ഡോക്ടർ മേരി റെജീന, ഒപ്പം കെയ്റോസ് മാഗസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ സാജൻ CA. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. ഈ വിഷയവും ടീച്ചറിലാണ് തുടങ്ങുന്നത്. അമ്മയാണ്. വിവാഹ ജീവിതത്തിലെ ദ സ്പിരിച്വൽ അഡ്വഞ്ചർ എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആ സ്പിരിച്വൽ അഡ്വഞ്ചർ ഏറ്റവും മനോഹരമായി ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും അതിൽ ആ അഡ്വഞ്ചറിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്, ഒരു സിസ്റ്റർ ആകാനോ അച്ഛനാകാനോ അല്ലെങ്കിൽ സമർപ്പിത ജീവിതത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു 10-12 വർഷമൊക്കെ ആവറേജ് ടൈം ഒഫീഷ്യലി അവർ ഫോർമലി അവർ ആ സംവിധാനത്തിലേക്ക് കയറുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, അവരുടെ യെസ്സിന് ശേഷമുള്ള, പിന്നെയും ഇവർ ഈ ഒരു ജീവിതയാത്രയിലായിരിക്കുന്ന സമയത്ത് നിരന്തരം പരിശീലനത്തിലൂടെ കടന്നു പോവുകയാണ്. ധ്യാനമായിക്കോട്ടെ, അതിൻ്റെ വിവിധ പരിശീലന കോഴ്സുകളായിക്കോട്ടെ, വീണ്ടും മെഡിറ്റേഷന്റെ പല തലങ്ങൾ, അങ്ങനെ എല്ലാം ഇപ്പോഴും ഒരു റിവ്യൂവും ഒക്കെ നടന്നുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു യാത്ര. എന്നാൽ നമുക്കറിയാം, എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന കൂദാശ അല്ലെങ്കിൽ ജീവിതാന്തസ് അത് വിവാഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വലിയ സ്പിരിച്വൽ അഡ്വഞ്ചറിന് ഇത്രയും ഇന്ധനം മതിയോ എന്ന ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ഫയർ റൂമിൽ ചോദിച്ചു തുടങ്ങുന്നത്. നിതിൻ, എനിക്ക് തോന്നി കഴിഞ്ഞ ഒരു കാലം വരെ ഈ ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെയോ നമ്മുടെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി, കൂട്ടുകുടുംബ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ചുറ്റും നമ്മൾ കാണുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്വാംശീകരിച്ച കുറെ പാഠങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടത്. ഒരു മാനേജറിൽ സ്കില്ല് വേണമല്ലോ 2 വ്യക്തികൾ കൂടി ചേർന്ന് ജീവിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും അറിയാതെയും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സാഹചര്യം മാറി. ഈ കുടുംബം എന്നുള്ളതിന്റെ, കൂടുമ്പോൾ ഇമ്പമുള്ളിടം എന്നുള്ളത് കൂടുന്നുണ്ടോ എന്നുള്ളതിന്റെ വ്യത്യാസങ്ങൾ വന്നു. എല്ലാവരും ഓൺലൈനാണ്, പല ടൈം സോൺസിൽ ജീവിക്കുന്നവരാണ്. ഈവൻ സ്കൂൾ പഠിക്കുമ്പോൾ മുതൽ കുട്ടികള് ഈ കുടുംബത്തിൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, രാത്രി വന്ന് തങ്ങാൻ ഒരു ഇടം എന്നതിൽ കൂടുതൽ സമയം പുറത്താണ്. സ്കൂള്, ട്യൂഷൻ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള കോച്ചിങ്. അപ്പൊ ഒക്കെ ഈ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ പാരൻസിൽ നിന്ന്, നമ്മുടെ അങ്കിൾസും ആൺസിൽ നിന്നൊക്കെ ഇംബൈബ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കുറഞ്ഞു വരുന്നു. അത്തരം ഡിസ്കഷനുകളും കുറയുന്നു. ചിലപ്പോൾ നമ്മൾ ഊണുമേശയിൽ പണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടാകാം നമ്മുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം, ഇല്ല ഒരു സാഹചര്യം. അപ്പൊ ഈ ചെറിയ കുഞ്ഞ് അത് ശ്രദ്ധിക്കുന്നില്ലേലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേലും ആ ചർച്ചയിൽ നിന്ന് കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ അത്തരം ചർച്ചകളില്ല, ഒന്നിച്ചുള്ള ഭക്ഷണ രീതികളൊക്കെ കുറഞ്ഞു വരികയാണല്ലോ. എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അവിടെയാണ് പിന്നീട് സ്വയം ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് വിവാഹത്തിന് ശേഷം എത്തിപ്പെടുമ്പോൾ യുവജനങ്ങൾ പകച്ചു പോവുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു പകപ്പ് വരുന്നുണ്ടോ? അതാണ് പെട്ടെന്ന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ, പിന്നെ ഈ പേരൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വിളിച്ചു ചോദിക്കുമ്പോൾ എന്നാ ഇങ്ങ് പോരെ മോളെ എന്ന് പറയുന്ന സാഹചര്യം വരെ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ വെച്ച് ദൈവവിളി ക്യാമ്പ് ഇപ്പോഴും ഉണ്ട്.
നമ്മുടെ എല്ലാ പള്ളികളിലും 10ാം ക്ലാസ്സിൽ ദൈവവിളിയുണ്ട്, 12ാം ക്ലാസ്സിലെ കുട്ടികളെ ദൈവവിളി ക്യാമ്പിന് പറഞ്ഞു വിടുന്നുണ്ട്. അത് പോകുന്നത് 3 or 4 പേരായിരിക്കും. ആ ഇതിന് പോട്ടെ 10 പേര് പോകുന്നു വെച്ചോ, പക്ഷെ എത്ര കുട്ടികൾ ഉണ്ട് നമ്മുടെ അവിടെ? ആ പ്രൊപ്പോർഷൻ, ആ റേഷ്യോ ഒന്ന് നോക്കണം. അപ്പൊ മറ്റേ 100 പേരുണ്ടെന്ന് സങ്കല്പിക്കുക. 10 പേര് ദൈവവിളി ക്യാമ്പ് എന്ന് പറയുന്ന സിസ്റ്റർമാര് നടത്തുന്നയോ മൈനർ സെമിനാരി നടത്തുന്ന ക്യാമ്പിലേക്കോ പോകും. ബാക്കി 90 പേര് അപ്പൊ സ്വയം എന്താണ് തീരുമാനിച്ചത്? വിവാഹ ജീവിതം ആണ് എന്റെ ദൈവവിളി എന്ന് തീരുമാനിച്ചു. അതൊരു ദൈവവിളി ആണ് എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പോലും നമ്മൾ പറയുന്നില്ല. ദൈവവിളി ക്യാമ്പെന്ന് പറഞ്ഞാൽ അച്ഛനാവാനോ കന്യാസ്ത്രീ ആവാനോ. ദൈവവിളി എന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ ടീച്ചർ ഒരു സ്കൂളിൽ ചെന്നിട്ട് ഒരു ദൈവവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാണോ സിസ്റ്റർ ആണോ എന്നപ്പുറത്ത് വിവാഹം എന്നുള്ള അതൊരു ദൈവവിളിയാണെന്ന് നമ്മുടെ മക്കൾക്ക് അല്ല ഞങ്ങൾക്കും ഇല്ലായിരുന്നു. അല്ല അവരെ പ്രായത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അപ്പൊ നമുക്കും അറിയില്ലായിരുന്നു. അപ്പൊ അവനൊരു ദൈവവിളി ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവൻ സിസ്റ്റർ ആയോ അച്ഛനായോ എന്നതിനപ്പുറത്ത് നമ്മളൊരു ചിന്തയ്ക്ക് വെക്കുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി മാറിയ സാഹചര്യത്തിൽ അന്ന് ഇത്രയധികം ഡിവോഴ്സും ഇല്ല. ദൈവവിളി ആണേലും അല്ലേലും ഇത് എല്ലാരും കല്യാണം കഴിക്കും എങ്ങനെയും തട്ടിയും മുട്ടിയും ഒക്കെ പോകും മുമ്പോട്ട് എന്ന്. പക്ഷെ ഇപ്പൊ സാഹചര്യം മാറി. നമുക്ക് തന്നെ നമ്മൾ അതിനെ അവെയർ ആയി തുടങ്ങി. ഇതിലെ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. അപ്പൊ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യണ്ടേ? മുതിർന്നവർ കറക്റ്റ് ചെയ്യണ്ടേ? സഭ കറക്റ്റ് ചെയ്യണ്ടേ? വൈദികർ കറക്റ്റ് ചെയ്യണ്ടേ? ചോദ്യത്തിലേക്ക് വരുന്നത് ഇതും ദൈവവിളിയാണ്. ആ ദൈവവിളിയിലേക്ക് വളരാൻ വേണ്ട ഇവരൊക്കെ നമ്മളെക്കാൾ ബുദ്ധിമാന്മാരാ ഇപ്പോഴത്തെ കുട്ടികൾ. എന്തായാലും അവർക്ക് എല്ലാം കൊണ്ടും വൈഭവം കൂടിയ മക്കളാണ്. അപ്പൊ അവരുടെ ആ തോട്ട് പ്രോസസ്സ് വളരെ ഇന്റലിജന്റ് ആണ്, ഷാർപ്പാണ്. പക്ഷെ പേരൻസും ടീച്ചേഴ്സും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും വൈദികരും ഒക്കെ ചേർന്ന് ഈ കുടുംബത്തെ കുറിച്ചുള്ള ഡിസ്കഷൻസിലേക്ക് അവരെ കൂടുതൽ കൊണ്ടുവന്നാൽ. അങ്ങനെ അനുഭവം വല്ലതും ഉണ്ടോ ഇതിന്? അത്തരം ഡിസ്കഷൻസിലോ ഏതെങ്കിലും കൂട്ടായ്മ? എനിക്ക് തോന്നുന്നു ജീസസ് യൂത്തിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഞാൻ വിവാഹ സെമിനാറിന് വേണ്ടി 3 ദിവസത്തെ ഇതിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും അത് വലിയ ദൈവകൃപയായിരുന്നു. നല്ല ബോധ്യങ്ങൾ നമുക്ക് ലഭിച്ചു. പക്ഷെ ഞാൻ അതിനേക്കാൾ ഞാനൊരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജീസസ് യൂത്തിന്റെ തന്നെ ചോയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഫാമിലി മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, ആ പ്രോഗ്രാമിന് അങ്ങനെ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മള് ചാവറ മാറ്റുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു വിവാഹ പ്രായം എത്തുന്ന കുട്ടികൾക്ക് അല്ലെ, അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കരുത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയായിരുന്നു, അന്നത് കൂടിയപ്പോൾ തന്നെ ഞാൻ കരുതി ഇത് വൈകിപ്പോയല്ലോ. അന്നത് കൂടിയപ്പോൾ തന്നെ ഞാൻ അവിടെ തീർച്ചയായിട്ടും നമ്മൾ വിവാഹ സെമിനാർ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതിന്റെ തന്നെ കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ അവതരണം, കുറച്ചുകൂടെ സമയമെടുത്തുള്ള ചർച്ചകൾ, ഒപ്പം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള ഷെയറിങ്ങുകൾ, ഇന്ററാക്ഷൻസ് ഉണ്ട്. മാത്രവുമല്ല പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ. നമ്മൾ പലപ്പോഴും വിവാഹ സെമിനാറുകളൊക്കെ നമ്മൾ കാണുന്നത് പഴയ ഒരു സിലബസിലൂടെ സഞ്ചരിക്കുകയാണ്. ജീസസ് യൂത്തിനെ സംബന്ധിച്ച് വളരെ ഡൈനാമിക് ആയ ഒരു ടീം, വളരെ ഡൈനാമിക് ആയ വിഷയം, ഇപ്പൊ തിയോളജി ഓഫ് ബോഡി പോലുള്ള വിഷയങ്ങൾ നമ്മുടെയൊക്കെ എത്ര വിവാഹ സെമിനാറുകളിൽ നമ്മുടെ രൂപതകളിൽ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വൈവിധ്യങ്ങൾ തീർച്ചയായും അംഗീകരിക്കുന്നു, സമയത്തിന്റെ കൺസ്ട്രെയിൻ ഉണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ പ്രാർത്ഥനകൾ, കൗൺസിലിംഗ്, അപ്പൊ വിവാഹം എന്ന കൂദാശയിലേക്ക് കടക്കുന്നതിന് മുമ്പാണ്. അപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇന്നൊരു വിവാഹ സെമിനാറിന് ആളുകൾ പോകുന്നത് വിവാഹമെല്ലാം ഉറപ്പിച്ച് അതിന്റെ ഹാളും ഇവന്റും എല്ലാം ഫിക്സ് ചെയ്ത് ഫോട്ടോഗ്രാഫറിനെ വരെ ഫിക്സ് ചെയ്ത് പുറത്തു വരുന്ന ഒരു ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം, ആ ഒരു നിഷ്ഠ നമ്മുടെ സഭ വെച്ചിരിക്കുന്നത് കൊണ്ടും അത് ഉണ്ടെങ്കിലേ അടുത്ത പ്രോസസ്സിലേക്ക് വൈദികൻ പോകുന്നുള്ളൂ എന്നതുകൊണ്ട്, അതൊരു നിർബന്ധമായതുകൊണ്ട് അതിലേക്ക് പോകുന്ന നേറിയ പങ്കും, അല്ലാതെ എല്ലാവരും അങ്ങനെ അടച്ചാക്ഷരിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഏറിയ പങ്ക് ആളുകളും അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി പോകുന്നു. സഭ തന്നെ ആ 3 ദിവസത്തെ ഒരുക്കത്തെ വിവാഹത്തിന് ഏറ്റവും അടുത്ത ഒരുക്കം എന്ന് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് ശരിക്കും ഈ ഹാള് ബുക്ക് ചെയ്തിട്ടല്ല ചെയ്യേണ്ടതെന്ന് സഭ പഠിപ്പിക്കുന്നു. കാരണം ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും അങ്ങനെയാണ്. വിവാഹത്തിന് ഉള്ള ഒരു പ്രായം ഉണ്ടല്ലോ, സ്ത്രീക്ക് 18 പുരുഷന് 21 ആണെങ്കിൽ അത് കഴിഞ്ഞ് എപ്പം വേണമെങ്കിലും നമുക്ക് ഇത് കൂടി നേരത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാം. പക്ഷെ നമ്മൾ ഇത് ഏറ്റവും തലേന്ന് പോയി ചെയ്യുന്നുള്ളൂ. പങ്കാളിക്കൊപ്പം വരണമെന്ന് ഇപ്പൊ ഒരുമിച്ച് പങ്കെടുക്കണമെന്ന് അഭികാമ്യം എന്ന് പറയുന്നു. അപ്പൊ പക്ഷെ അതിലും അതൊരു അങ്ങനെ നിൽക്കണം. കാരണം ഏറ്റവും
ഇതിനോട് നമുക്ക് അടുത്ത് വരുമ്പോഴാണല്ലോ കാരണം ഈ പങ്കാളിക്കൊപ്പം വരുന്നത് പറയുന്നതിന് ഒരു ഗുണമുണ്ട്. പലരും അവിടെ വെച്ച് തിരിച്ചറിയുന്നു എന്ന് പറയുന്നു, ഈ പങ്കാളി എനിക്ക് യോഗ്യനല്ല, യോഗ്യനാണെന്ന് പറയുന്ന ഒത്തിരി കേസുകളുണ്ട്. വേറെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയ ഒരാളാണെന്ന് സഭയുടെ ആ ഒരു വിവാഹത്തിന് ഏറ്റവും അടുത്ത ഒരുക്കം അവിടെ നിൽക്കട്ടെ. അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിലുപരി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഞാന് ഇവിടെ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണെന്ന് അറിയാൻ പാടില്ല, എന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണിത്. എൻ്റെ ഓർമ്മയിലെ ഒരു 10-25 വർഷമായിട്ട് ഈ ചോദ്യം പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പല ഗ്രൂപ്പുകൾ ചോദിച്ചിട്ടുണ്ട്, പല ചർച്ചകളിൽ വിഷയമായി വന്നിട്ടുണ്ട്. നമുക്കിത് എന്തുകൊണ്ട് പറ്റുന്നില്ല? 10-25 വർഷമായിട്ട് എൻ്റെ ഒരു ചിന്തയിൽ ഇപ്പോഴും നമ്മൾ ഇവിടെയും നമ്മൾ സംസാരിക്കുന്നു അത് പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന്. സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും പറ്റാത്തത്? അത് ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് കാണുന്ന ഒരു പ്രവണതയല്ല ഇത്, അല്ലെങ്കിൽ ഒരാവശ്യമല്ല, നമ്മളുടെ അനേക വർഷങ്ങളായിട്ടുള്ളതാണ്. ശരിക്കും എന്തായിരിക്കും സംഭവിക്കുന്നത്? പണ്ട് ഈ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ ഇതൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോ ഉള്ള ട്രെൻഡ്, കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ടുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ തുടങ്ങിയ ട്രെൻഡ്, ഈ പ്രായത്തിലേക്ക് എത്തുമ്പോൾ +2 കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഹോസ്റ്റലില് മറ്റു സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. ഇപ്പോഴല്ലേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ അല്ലാതെ തന്നെ നമ്മൾ പഠനം, ഇപ്പൊ ഈ സ്വാശ്രയ കോളേജുകളൊക്കെ തുടങ്ങിയപ്പോ അതിന് മുന്നേ ബാംഗ്ലൂരേക്കും ചെന്നൈയിലേക്കും കോയമ്പത്തൂരേക്കും എന്താ പറയാ തമിഴ്നാട്ടിലേക്കും ഒക്കെ നമ്മൾ പോയി തുടങ്ങി. കുറച്ചു കാലമായി ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള, ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ എന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ, സ്വദേശത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന, സിറ്റീസിലേക്ക് പോകുന്ന മൈഗ്രേഷൻ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അപ്പൊ ഇവര് നാട്ടിലെ എല്ലാരും കൂടെ ഒരു കോമൺ പ്ലേസിൽ ചിലപ്പോൾ കുറച്ചു കുട്ടികൾ ഉണ്ടായിരിക്കാം, അതായത് ഇടവക പള്ളിയുടെ പരിധിയിൽ കുറച്ചു കുട്ടികളാണ് ഈ +2 കഴിഞ്ഞ് കിട്ടുന്നത്, വളരെ കുറവാണ്. പിന്നെ എവിടെ നമ്മൾ ഈ മിനിസ്ട്രി ചെയ്യണം? ഇവരായിരിക്കുന്ന ഇടത്ത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളുടെ പുറത്തെ മിഷൻ രൂപതകൾ എന്ന് പണ്ട് വിളിച്ചത് ഇപ്പൊ എല്ലാരും ഒരേപോലെ സ്റ്റാറ്റസ് ആയി. ഇപ്പൊ ബാംഗ്ലൂരോ രാമനാഥപുരമോ കാനഡയിൽ കൂടുതൽ ആവശ്യമുണ്ട്. അല്ല, അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം ഈ കാനഡയിൽ പോകുന്നവരൊക്കെ വളരെ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് കുറെ പേരെങ്കിലും ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ട് എന്ന് അറിയുന്നു. കാരണം പോകുന്നത് തന്നെ കുറെ പേര് അതിനു വേണ്ടിയിട്ടാണ്, ഇവിടത്തെ ഈ ചട്ടക്കൂടുകളുടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ എഫേർട്ട് ആവശ്യം വരും. എനിക്ക് പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനി അടുത്ത് തവനൂര് ഹോസ്റ്റലിൽ പഠിക്കാൻ ചെന്നപ്പോ പൊന്നാനി പള്ളിയിലെ അച്ഛൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെയോ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഈ ഹോസ്റ്റൽ ഗവൺമെന്റ് ഹോസ്റ്റലാണല്ലോ, ഈ ഹോസ്റ്റൽ കാരണം ആ സമീപത്തുള്ള വീടുകളിലും ക്വാർട്ടേഴ്സുകളിലും വരുമ്പോ ഈ എത്ര കാത്തലിക് കുട്ടികളുണ്ട് എന്ന് അന്വേഷിച്ച് വന്നിരുന്ന ഒരു കാലവും ഉണ്ട് കേട്ടോ. ഇപ്പൊ അതൊക്കെ അസാധ്യമാണ്. ചിലപ്പോ കയറിയാൽ മറ്റു പല ഇന്റർപ്രിട്ടേഷൻസും വരാം. ആ സാഹചര്യം കാലം മാറി. പക്ഷെ പേരൻസിനും സ്വന്തം ഇടവകയ്ക്കും അറിയാലോ ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാറ് പറഞ്ഞാൽ ഒരുപാട് വർഷമായി നമ്മൾ പറയണു, ആ ലിസ്റ്റ് വേണം, ഡയറക്ടറി വേണം, ഇവരെവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു ജനറൽ ഔട്ട്റീച്ച് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവവിളിയിൽ തന്നെ വിവാഹത്തിലേക്ക് നയിക്കുന്ന ബോധ്യങ്ങൾ. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ വേദപാഠ പുസ്തകമാണ് അതിന്റെ ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ഔട്ട്റീച്ച്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് 9ാം ക്ലാസ്സിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ വിവാഹം എന്ന കൂദാശയുടെ കൗദാശികമായ അർത്ഥതലങ്ങൾ വളരെ മനോഹരമായി അവതരിക്കപ്പെട്ടിട്ടുണ്ട്. 9ലും 10ലും 11ലും 12ലും ഒക്കെ. അതിനപ്പുറത്തേക്ക് നമ്മൾ വിവാഹം എന്ന വാക്കിനെ കുറിച്ചോ കല്യാണത്തെക്കുറിച്ചോ വൈവാഹിക ജീവിതത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ ഏതെങ്കിലും ഫോറങ്ങളിൽ നമ്മൾ സംവദിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ കാര്യം വിട്, സംഘടനാ തലങ്ങളിൽ നടക്കുന്നുണ്ടാകാം. പക്ഷെ സംഘടനകളിൽ എത്ര നമ്മുടെ യുവജനങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നം. അങ്ങനെ ഒരു സിലബസ് നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മേഖല, നമ്മൾ കഴിഞ്ഞ എപ്പോഴും സംസാരിച്ചത് ഏകസ്ഥ ജീവിതം എന്നല്ല, സിംഗിൾ ആയിട്ട് ജീവിക്കുന്നതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ. എന്ന് വെച്ചാൽ വിവാഹം ഒരു ദൈവവിളിയാണെന്ന ബോധ്യം പോലും കിട്ടാത്ത ഒരു വലിയ വിഭാഗം ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ചില
ചിന്തകൾ നമുക്ക് ഒരുക്കണം. വിവാഹ ഒരുക്കം കേവലം ഒരു 3 ദിവസത്തെ കോഴ്സാണോ എന്ന ചോദ്യം തന്നെ നമ്മൾ ചോദിച്ചു വരിക. അതിലെന്താണ് അങ്ങയുടെ സജഷൻസ് എന്തൊക്കെയാണ്? അതിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് ഇപ്പോ എല്ലാ കാര്യങ്ങളിലും അൽമയർക്ക് പ്രാതിനിധ്യം കൂടി വരുന്നുണ്ട് പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ പല സംഘടനാ തലങ്ങളിൽ ഇത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ പറ്റിയാൽ, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ യൂത്ത് മുഴുവനും സംഘടനകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. എഫക്റ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പലരിലൂടെ അത് ഷെയർ ചെയ്ത് പറഞ്ഞ് അനേകര് ഇതിലേക്ക് എത്താനായിട്ട് ഒരു കാരണമാണ്. നിതിൻ തന്നെ പറഞ്ഞു ജീസസ് യൂത്ത് മൂവ്മെന്റിലൂടെ കിട്ടിയ ചോയ്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യം. അപ്പൊ ജീസസ് യൂത്തിൽ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട്. ഇത് കുറേയും കൂടി എഫക്റ്റീവായിട്ട് കുറേയും കൂടി നമ്പറുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറേയും കൂടി എന്താ പറയാ എപ്പിസോഡ്സ് കൂട്ടി വന്നുകൊണ്ട് ഇപ്പൊ ജീസസ് യൂത്തിൽ മാത്രമല്ല ഇതേപോലെ മറ്റ് പല മേഖലകളിലേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വരേണ്ടതുണ്ട്. ഞാനൊരു പെട്ടെന്ന് ഓർത്തു പോകുന്നത്, ഞാൻ ഇപ്പൊ കെയ്റോസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കെയ്റോസ് മാഗസീനിൽ വരുന്ന പല ആർട്ടിക്കിൾസും അതില് പലതും വിവാഹവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യവുമായി ബന്ധപ്പെട്ടും ടീനേജേഴ്സിന്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട് ആർട്ടിക്കിൾസ് ഒക്കെ. ഇങ്ങനെ വരുന്ന ലേഖനങ്ങൾക്ക് നല്ല റെസ്പോൺസും വരാറുണ്ട്. ചില കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഫോൺ ചെയ്ത് ചോദിക്കും, ചേട്ടാ അന്ന് ഇറങ്ങിയ ആ ഒരു ദാമ്പത്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ആ പുസ്തകം മാഗസീൻ ഉണ്ടോ, ഞങ്ങളുടെ പ്രോഗ്രാമിൽ കുറച്ച് കൊടുക്കാനോ ഒരു 50 എണ്ണം കിട്ടോ 25 എണ്ണം കിട്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വരുന്ന കത്തുകളിൽ പറയുന്നതിന്റെ ഒരു രത്നച്ചുരുക്കം മുഴുവനും കെയ്റോസ് ഇടയ്ക്ക് പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ വിവാഹ ഒരുക്കത്തിന് വേണ്ടിയിട്ടും യൂത്തിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ തവണയും ചേർത്തുകൂടെ ലേഖനം പറയാറുണ്ട്. ഈ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആളുകൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, ഇതൊരു നീഡാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എഴുത്ത് എന്ന മാധ്യമം മാത്രമല്ല, നമുക്കിപ്പോ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, നമുക്ക് ഇതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ ഷെക്കീന ടെലിവിഷൻ പോലും നമുക്ക് ചെറിയ നുറുങ്ങുകളായിട്ട് ഇവരിലേക്ക് മനഃപൂർവ്വമായി നമ്മുടെ ഇടവകയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കാം എന്ന് വിചാരിച്ച് എല്ലാ ഇടവക വൈദികരും എല്ലാ ഇടവകകളും അല്ലെങ്കിൽ അവിടുത്തെ അൽമായ നേതാക്കളും വിചാരിച്ചാൽ ഒരുപാട് പേരിലേക്ക് നമുക്ക് പല രീതിയിൽ മീഡിയ ഇപ്പൊ ഒരു ഫാമിലി യൂട്യൂബ് ചാനൽ പോലും നമുക്ക് തുടങ്ങാം. ചെറിയ നുറുങ്ങുകള് പെട്ടെന്ന് കുട്ടികളെ ക്യാച്ചപ്പ് ചെയ്യാൻ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ നമുക്ക് ഇന്നോവേറ്റീവായി ചിന്തിച്ചു. കാരണം യുവജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കണമല്ലോ നമ്മൾ. ശരി, അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെയുള്ള കുട്ടികളെ ഒരുക്കുക എന്നത് സഭയിലെ ഒരു സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണോ? അവരുടെ മാത്രം ഉത്തരവാദിത്തം രണ്ടാമത്തെ ചോദ്യമാണ്. കാരണം നമ്മൾ ഒരു അപ്പനും അമ്മയും ആകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അപ്പനെയും അമ്മയും കണ്ടിട്ടാണ് നമ്മൾ പറയുക. അങ്ങനെയെങ്കിൽ ഇത് കുടുംബത്തിൽ ഇത് കൊടുത്താൽ പോരെ, കുടുംബത്തിൽ തന്നെ വേണ്ട ഇത് കൊടുക്കാൻ എന്ന ചോദ്യവും ഇപ്പൊ നമ്മൾ സൺഡേ സ്കൂളിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ പറയുന്ന ഒരു കാര്യം, പുസ്തകമല്ല നിങ്ങളുടെ വീടാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്നൊക്കെ പറയുന്ന തലത്തിൽ ഇതിനെ പറഞ്ഞു വെക്കുന്നവരുമുണ്ട്. അല്ല, അതാണ് ഞാൻ തുടങ്ങിയത്. ആ കുടുംബത്തിൽ നിന്നായിരുന്നു ഇത് കിട്ടേണ്ടതും കിട്ടിയിരുന്നതും. പക്ഷെ ആ കുടുംബത്തിന്റെ ഡെഫിനിഷനും കുടുംബത്തിന്റെ ആ ഡൈനമിക്സും ഒക്കെ മാറി. അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് മുഴുവൻ കിട്ടാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഫോർമലായിട്ട് ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർമൽ ഓർ ഇൻഫോർമലി നമ്മൾ സഭ എന്ന നിലയിൽ. പക്ഷെ സഭയ്ക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എന്തിനാണ് സഭ എന്ന് പറയുന്ന കൂട്ടായ്മ? വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഈ വിശ്വാസ കൈമാറ്റത്തിന്റെ വേദിയാണ് കുടുംബം. അപ്പൊ കുടുംബ വ്യവസ്ഥ തകരരുത് ഒരു കാരണവശാലും. ലോകത്തിന്റെ എല്ലാ വ്യതകൾക്കിടയിലും കുടുംബ വ്യവസ്ഥ തകരരുത് എന്ന് വാശി പിടിക്കേണ്ടത് ആരാണ്? സഭയാണ്. തീർച്ചയായും. മാത്രമല്ല നമ്മൾ ഈ കാലത്ത് കാണുന്നത് ഇവ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് തന്നെ വികലമായ കാഴ്ചപ്പാടുകൾ, അത് വികലമായ പല പ്രസ്ഥാനങ്ങളും നമ്മളുടെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ ചെറിയ പ്രായം തൊട്ട് ഇപ്പൊ LGBTQIA+ ആണോ എന്നൊക്കെ കുട്ടികൾ 7ാം ക്ലാസ്സിൽ ചോദിക്കുന്ന കാലത്താണ് സോഷ്യൽ മീഡിയ. ഇവിടെയൊക്കെ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സെക്ഷുവാലിറ്റിയെ കുറിച്ച് നമുക്ക് എന്താണ് കൊടുക്കുക, ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്ത് ടെക്സ്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുകയെങ്കിലും ചെയ്യും. ഇപ്പൊ തിയോളജി ഓഫ് ബോഡി എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെ തലത്തിലാണ് കരുതാം. പക്ഷെ ഇതിന്റെയൊക്കെ ബാലപാഠങ്ങൾ നമ്മളുടെ സംവിധാനത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്, നമ്മൾ കൊടുക്കേണ്ടതാണ്, തീർച്ചയായും കൊടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും
ഇത്തരം വിഷയങ്ങൾ ഒന്ന് സംവദിക്കാനെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ മോശമായ ഒരു കാര്യമായി നമ്മൾ ഞാൻ മോശം കോമയിലാണ് എന്ന മനോഭാവം നമ്മളെ വല്ലാതെ പിടികൂടുന്നു. അപ്പൊ നമ്മളൊരു കുടുംബം ഉണ്ടാകണമെന്നും ഒരു കുടുംബത്തെ നിർമ്മിക്കണമെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ മറുവശത്ത് ഗർഭനിരോധനം ഉൾപ്പെടെയുള്ള എല്ലാ അണ്ണത്തിക്കലായ കാര്യങ്ങളും സിനിമയായും സാറാസായും ഒക്കെ കുട്ടികളുടെ മുമ്പിൽ എത്തുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മുടെ സംവിധാനത്തിന് മുമ്പിൽ ഗർഭനിരോധനം മാത്രല്ല, ഗർഭധാരണത്തിനുള്ള മാർഗങ്ങൾ പലതായിപ്പോ. അപ്പൊ അതിന്റെയും സഭയുടെ ടീച്ചിങ് എന്താണ്? എന്തുകൊണ്ട് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട്, വൈ ഡു യു ടീച്ച് ലൈക്ക് ദിസ്? ഒരു പിന്തിരിപ്പൻ മനോഭാവം അല്ല, അതിൽ സഭയ്ക്കൊരു കാഴ്ചപ്പാടുണ്ട് ഈ ഓരോ കാര്യത്തിനും. ആ കാഴ്ചപ്പാട് അവരെ ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കാതെ, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ അവരൊരു ട്രീറ്റ്മെന്റിന് പോകാൻ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ അയ്യോ നോ എന്ന് പറയുമ്പോഴല്ല, അത് അവരിൽ രൂഢമൂലമായിരിക്കണം അവിടെയാണ് സഭ ചെറുപ്പത്തിലെ നമ്മൾ പറയുന്ന പോലെ 10ാം ക്ലാസ്സില് ദൈവവിളിയെ കുറിച്ച് നമ്മള് സമർപ്പിത ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ വിവാഹ ജീവിതത്തെ കുറിച്ചും അവരോട് സംവദിക്കേണ്ടതും, അവർക്ക് ആവശ്യമുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെയൊക്കെ ഓരോ എഫേർട്സ് ഒക്കെ നടക്കും. ഇവിടെയൊക്കെ ഓരോ രൂപതയുടെ ചാനലുകളിലൊക്കെ ഇടയ്ക്കൊക്കെ ഇത് കാണുന്നുണ്ട്. അങ്ങനെയല്ല, ഈ വേദപാഠം പറഞ്ഞ പോലെ അതിനാണല്ലോ സഭ ഒരു വലിയ സെറ്റപ്പ് ആയിട്ട് നമുക്ക് KCBC ഉണ്ട്, സിറോ മലബാർ സിനഡ് ഉണ്ട്, ഫാമിലി അപ്പോസ്റ്റലേറ്റുകൾ. ഈ കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ ആളുകളുടെ മെച്യൂരിറ്റി വളരെയധികം അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് അന്വേഷിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം വ്യർത്ഥമായ വികലമായ ചിന്തകളൊക്കെ 7ാം ക്ലാസ്സിൽ കിട്ടുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൂദാശയെ കുറിച്ച് പറയുമ്പോൾ ഒരു വരി പറയുമ്പോൾ അത് ഒരു തിന്മ അവരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഇടയിലാണ് നമ്മൾ നമ്മുടെ ബോധ്യങ്ങൾ വൈകുകയാണ് അല്ലെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനപ്പുറത്തൊരു പരിശീലനം. നമ്മൾ എല്ലാ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവസാനത്തെ ഉത്തരവാദിത്തം ആരെയാന്ന് ചോദിച്ചാൽ വൈദികരുടെ തലയിൽ കൊണ്ടുവയ്ക്കും. അല്ല, ഉറപ്പായിട്ടും അല്ല. ഈ എന്താ പറയാ, മാമോദിസ ലഭിച്ച എനിക്കും നിതിനും ഒക്കെ ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെന്നും അത് നമ്മൾ ബോധ്യപ്പെടുത്തണം നമ്മുടെ ജനത്തെ. നമ്മുടെ ജനത്തിന്റെ വിചാരം എന്താണ്? ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് കാറ്റീസം ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ വൈദികരാണ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആണ്. കുട്ടികളെ പല്ല് തേപ്പിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പഠനം പഠിപ്പിക്കേണ്ടത് സ്കൂളിലും സൺഡേ സ്കൂളിലും ആണെന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എല്ലാവരും ഇതിന് ബാധ്യസ്ഥരാണ്. അത്തരത്തിലൊരു കൺസെൻട്രൈസേഷനും നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു ആക്ടിവിസത്തിന്റെ രീതിയിലേക്ക് തന്നെ ഇതിനെയൊക്കെ വളർത്തിയാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളെയും യുവജനങ്ങളെയും കുട്ടികളെയും നമ്മൾ കുടുംബം എന്ന് കാണുന്നത് അടുത്തൊരു സഭ, അടുത്തൊരു തലമുറ, ജനസംഖ്യ കുറയുന്നു, മക്കൾ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്നു തുടങ്ങിയ സന്ദേഹങ്ങൾ നമ്മൾ പറയുന്ന ഈ ഘട്ടത്തിലെങ്കിലും നമ്മൾ എല്ലാവരും തീർച്ചയായും അടുത്തൊരു തലമുറ ഇവിടെ ഉണ്ടാകാൻ കൃത്യമായി കുടുംബം നല്ല കുടുംബം ഉണ്ടാക്കാനുള്ള ബോധ്യങ്ങൾ കൊടുക്കണം അല്ലെ. ഏറ്റവും അവസാനമായിട്ട് സജൻ പറഞ്ഞ അവസാനിപ്പിക്കും. അല്ല, നേരത്തെ നിതിൻ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉടക്കി നിൽപ്പുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഭാതലത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇടവക തലത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ജീസസ് യൂത്ത് പോലുള്ള സംവിധാനങ്ങളിൽ മാത്രമല്ല, ഒരു നാടിന്റെ ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ വളരെ ഫസ്റ്റ് പ്രയോറിറ്റി കൊണ്ട് ചെയ്തു വരേണ്ട ഒരു കാര്യമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈവൻ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ, നമ്മുടെ അയൽക്കൂട്ടങ്ങളിൽ, ഇപ്പൊ ക്രിസ്ത്യൻസിനിടയിൽ ഫാമിലി യൂണിറ്റ്, കുടുംബ യോഗങ്ങളുണ്ട്. അത് മറ്റു മതസ്ഥരുടെ ഇടയിലും ധാരാളം കുടുംബ കൂട്ടായ്മകളുണ്ട്. എല്ലാ തലങ്ങളിലും കുടുംബശ്രീ പോലെ ഈ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ, അതിന്റെ ബ്യൂട്ടി ഈ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ, എല്ലാവരും അതിനകത്തേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ എനിക്ക് തോന്നുന്നു എല്ലാ മതസ്ഥരും നമ്മൾ ഈ ഐഡിയ ഫ്ലോട്ട് ചെയ്താൽ ഒപ്പം നിൽക്കും. കാരണം നമ്മുടെ കുടുംബ പ്രവാചക ദൗത്യമായി നമുക്ക് ഏറ്റെടുത്താലോ? തീർച്ചയായും ഇതൊരു പ്രവാചക ദൗത്യമായി തന്നെ നമുക്ക് ഏറ്റെടുക്കാം. ഒരു സഭയുടെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഇടം, ഒരു തിരുക്കുടുംബമാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ടത്. ഏറ്റവും വിശുദ്ധമായിട്ടുള്ള കുടുംബങ്ങളാണ് ഏറ്റവും വിശുദ്ധമായ മക്കൾ ഉണ്ടാകുന്നത്. അങ്ങനെ അടുത്ത സഭയെ നയിക്കുവാൻ, അടുത്ത സമുദായത്തെ നയിക്കുവാൻ
ഏറ്റവും മികച്ച മക്കളെ നിർമ്മിച്ചെടുക്കുന്ന ആ ഇടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര ഒരുക്കവും പരിശീലനവും കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ഇല്ല എന്ന് തന്നെയാണ് രണ്ട് അതിഥികളും പറഞ്ഞത്. തീർച്ചയായും പ്രിയ പ്രേക്ഷകരും അങ്ങനെ തന്നെ കരുതുമെന്ന് കരുതുന്നു. അതിനാൽ തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ സൗന്ദര്യം, സാധ്യതകൾ, അതിന്റെ അവസരങ്ങൾ, അതിന്റെ ദൗത്യം ഇത് പങ്കുവെക്കുവാനും ഷെയർ ചെയ്യുവാനും അതിനുവേണ്ടി ഏറ്റവും മികച്ച അപ്പനും അമ്മയുമായി വളരാനുള്ള ബോധ്യങ്ങൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരുക്കുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കട്ടെ, സഭാ സംവിധാനങ്ങൾ സാധിക്കട്ടെ, ഒപ്പം നമ്മൾ ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് സാധിക്കട്ടെ. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി. താങ്ക് യു.